കേരളത്തിൻ്റെ പ്രവേശന കവാടങ്ങളിലൊന്നായ പാലക്കാട് നിന്നാണ് ഇന്നത്തെ യാത്രയുടെ തുടക്കം. മലനിരകളും കൃഷിയിടങ്ങളും തോടുകളും പുഴയും കുളങ്ങളും പഴയ തറവാടുകളും കൊണ്ട് അനുഗ്രഹീതമായ ഒരു നാടാണ് പാലക്കാട്. പാലക്കാടൻ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പഴയൊരു തറവാട് കാണാനായി ഇറങ്ങിത്തിരിച്ച യാത്രയാണ് ഇന്നത്തെ. ചെറുതും വലുതുമായ നൂറ്റാണ്ടുകൾ പഴക്കമാർന്ന കുറേ തറവാടുകൾ എന്നും പാലക്കാടൻ ഗ്രാമങ്ങളിൽ കാണാൻ കഴിയും. അങ്ങനെ ഒരു പഴയ തറവാടിൻ്റെ കാഴ്ചകൾ കാണാനാണ് ഇന്ന് പോകുന്നത്. മുറുക്കിന് പേര് കേട്ട ഒരു നാടുണ്ട് നമ്മുടെ ഈ പാലക്കാട്. കരിപ്പോട് എന്നാണ് ആ നാടിൻ്റെ പേര്. അവിടെയാണ് ഇന്ന് കാണാൻ പോകുന്ന ആ പഴയ തറവാട് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് നിന്ന് കൊല്ലങ്കോട് പോകുന്ന വഴി പുതുനഗരം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് യാത്ര ചെയ്താൽ കരിപ്പോട് എത്താൻ കഴിയും. പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ ഉണ്ട് കരിപ്പോടിലേക്ക്. ടൗണിൽ നിന്ന് ഏകദേശം അരമണിക്കൂർ കൊണ്ട് കരിപ്പോട് എത്തിച്ചേരാൻ കഴിയും. പച്ചപ്പുകൾക്കിടയിലൂടെ കാണുന്ന ആ പഴയ തറവാടാണ് ഇന്ന് കാണാൻ പോകുന്നത്. വൈകുന്നേരത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇപ്പോൾ 4 മണിയായി. വെയിലുണ്ടെങ്കിലും നെൽപ്പാടങ്ങളിൽ നിന്നുള്ള നല്ല കാറ്റടിക്കുന്നുണ്ട്. പശ്ചിമഘട്ട മലനിരകൾക്കിടയിലൂടെ വരുന്ന കരിമ്പനകളെയും നെൽപ്പാടങ്ങളെയും തഴുകിയെത്തുന്ന ചൂടോടുകൂടിയ പാലക്കാടൻ കാറ്റ്. തറവാട്ടിലേക്ക് കയറുന്നതിന് മുമ്പായി ഇവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാഴ്ചയുണ്ട്. സമയം നമുക്കായി ഒരിക്കലും കാത്തിരിക്കില്ല. അതുപോലെ തന്നെയാണ് ഈ കാഴ്ചയും. ഇപ്പം ഇത് കാണാൻ കഴിഞ്ഞില്ലേ, ഇനി അടുത്ത ദിവസത്തേക്കായി കാത്തിരിക്കണം. തറവാടിന് മുന്നിലായാണ് പാലക്കാട് പൊള്ളാച്ചി റെയിൽവേ പാത പോകുന്നത്. അതുവഴി പോകുന്ന ഈ ട്രെയിനിൻ്റെ കാഴ്ചയെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. പച്ച പുതച്ച നെൽപ്പാടങ്ങൾക്കിടയിലൂടെ കുതിച്ചു പായുന്ന തീവണ്ടിയുടെ കാഴ്ച. ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കരിപ്പോട് വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിയാതെ പോയത്. 5 മിനിറ്റ് വൈകിയത് മൂലം അന്ന് നഷ്ടമായത് ഈ മനോഹരമായൊരു കാഴ്ചയായിരുന്നു. സമയം ഒരിക്കലും നമുക്ക് വേണ്ടി കാത്തിരിക്കാറില്ല എന്നോർമ്മിപ്പിക്കുന്ന ചില നിമിഷങ്ങളാണ് ഇവയെല്ലാം. ഇന്ന് കാണാമെന്ന തറവാട് പോയി കാണാം. ആ തറവാടിന് മുന്നിൽ നിന്നാലും ട്രെയിൻ പോകുന്ന കാഴ്ചയെല്ലാം കാണാൻ കഴിയും. നല്ല വെയിലുണ്ടെങ്കിലും തണലേകാനായി കുറേ മരങ്ങളും ചെടികളും ഈ വീടിന് ചുറ്റുമുണ്ട്. വൻ വൃക്ഷങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടായ കാരണം ഈ വീടിന് മുഴുവനായി എൻ്റെ ക്യാമറയിൽ പകർത്താൻ കഴിയുന്നില്ല. മരങ്ങൾക്കും ഇലകൾക്കും ഇടയിലൂടെ കാണാൻ കഴിയുന്ന വീടിൻ്റെ ചില ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. 2 മുറികളുള്ള ചെറിയ കളങ്ങൾ മുതൽ കൊട്ടാരങ്ങൾ വരെ നമ്മുടെ ഈ പാലക്കാട് ജില്ലയിലുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള കേരള തനിമയാർന്ന വീടുകളാണ് ഇവയെല്ലാം. ചെറുതായാലും വലുതായാലും ഈ വീടുകളെയെല്ലാം തറവാട് എന്ന് തന്നെയാണ് വിളിച്ചു വരുന്നത്. 2 നിലകളുള്ള 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പഴയൊരു പത്തായപ്പുരയാണിത്. ഒരു കാലത്ത് കുറേ പേരിവിടെ താമസിച്ചിരുന്നു. ഇന്നിവിടെ ആൾ താമസമില്ല. സിനിമ ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കായി പലരും ഈ വീട് ചോദിച്ചിരുന്നെങ്കിലും അതിനൊന്നും അനുവദിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആൾ താമസമില്ലെങ്കിലും അടുത്തറിയാവുന്നതുകൊണ്ടാണ് എനിക്കിന്ന് ഈ വീട് കാണാനും ഷൂട്ട് ചെയ്യാനുമായി അനുവാദം കിട്ടിയത്. കരുണ എന്ന വീട്ടുപേരിലാണ് ഈ വീട് അറിയപ്പെടുന്നത്. ഇതുപോലുള്ള നാട്ടിൻപുറങ്ങളിൽ ഗൃഹനാഥൻ്റെ പേരിലും വീട് അറിയപ്പെടാറുണ്ട്. രാമദാസേട്ടൻ്റെ വീട് എന്ന ഇവിടുത്തെ നാട്ടുകാർ ഈ പത്തായപ്പുരയെ വിളിച്ചു വരാറുണ്ട്. മാവ് പൂത്തതിൻ്റെ ഒരു പ്രത്യേക മണം ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നുണ്ട്. സ്കൂൾ കാലഘട്ടത്തിലെ കുറേ പഴയ ഓർമ്മകളാണ് ഇപ്പം മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത്. ഈ വീടിൻ്റെ അകത്ത് കയറി കാണാം. പുറത്തിനിയും കാഴ്ചകൾ ബാക്കിയുണ്ട്. അതിനു മുമ്പ് അകത്ത് കയറി വീടിനകത്തുള്ള കാഴ്ചകൾ കാണാം. അകത്ത് കയറിയതും ആദ്യം കാണാൻ കഴിയുന്നത് വലിയൊരു വരാന്തയാണ്. വരാന്തയിൽ നിന്ന് 3 വാതിലുകളുണ്ട്. ചെറിയ 2 വാതിലുകളും വരാന്തയുടെ നടുവിലായി വലിയൊരു വാതിലും. വീടിൻ്റെ പ്രധാന പ്രവേശന മുറിയിലേക്കാണ് ഈ വാതിൽ തുറന്നു വരുന്നത്. പണ്ടത്തെ വീടുകളിൽ കണ്ടുവരുന്ന രീതിയിലുള്ള കുറേ അലങ്കാര വസ്തുക്കൾ ഈ വീടിലും കാണാൻ കഴിയുന്നുണ്ട്. പ്രധാന വാതിൽ തുറന്നു വരുന്നത് ഈ ഹാളിലേക്കാണ്. ഇവിടെ നിന്ന് ഇടതുഭാഗത്തേക്കും വലതുഭാഗത്തേക്കും വാതിലുകളുണ്ട്. വലതുഭാഗത്തുള്ള വാതിൽ വീടിന് താഴത്തുള്ള കിടപ്പുമുറിയിലേക്കാണ് തുറക്കുന്നത്. അതായത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂം. വർഷങ്ങൾക്ക് മുമ്പ് TV ഉള്ള വീടുകളെല്ലാം വളരെ ചുരുക്കമായിരുന്നു. അന്നൊരു ഗ്രാമത്തിലുള്ള 10 വീടെടുത്താൽ അതിൽ 1-2 വീട്ടിലെ TV കണ്ടുവരാറുള്ളൂ. മുറിയോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂമുണ്ട്. ഈ അടുത്ത കാലത്ത് പണി കഴിപ്പിച്ചതാണത്.
1980കളിലെ പഴയൊരു കലണ്ടറും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ മുറിയിലൂടെ ഒന്ന് കണ്ണോടിച്ചപ്പോഴായിരുന്നു പഴയൊരു നാഷണൽ പാനസോണിക്കിൻ്റെ റേഡിയോ എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഈ മുറിയിൽ നിന്ന് നേരെ പോയാൽ മുകളിലേക്ക് പോകാനുള്ള കോവണിപ്പടി കാണാൻ കഴിയും. ഇവിടെ അടുക്കളയിലേക്കുള്ള വാതിലും അടുക്കളയോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. കുറച്ചു കാലം മുമ്പ് വരെ ഇവിടെ ആൾ താമസം ഉണ്ടായിരുന്നു. പഴമ നശിപ്പിക്കാതെ ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം ഇവിടെ വരുത്തിയിട്ടുണ്ട്. മുകളിലേക്കുള്ള കോവണിപ്പടിയോട് ചേർന്നാണ് അടുക്കളയിലേക്കുള്ള വാതിൽ. പഴയൊരു അടുക്കള. അടുക്കളയുടെ അകത്തൊരു വാതിലുണ്ട്. അത് ആദ്യം കണ്ട വരാന്തയിലേക്കാണ് തുറക്കുന്നത്. ആദ്യം സൂചിപ്പിച്ച വരാന്തയിലെ 3 വാതിലുകളിലൊന്ന് ഈ വാതിലാണ്. പഴയ കാലഘട്ടത്തിലെ ഒരു അടുക്കള. ഒരു കാലഘട്ടത്തിൽ ഈ വീടിനുള്ളിലെല്ലാം ഒരുപാട് പേര് താമസിച്ചിരുന്നു. പണ്ടത്തെ വീടുകളിൽ കാണാറുണ്ട് വീടിനകത്തേക്ക് വെളിച്ചം വരാനായി ഓടിനിടയിൽ ഒരു ഗ്ലാസ് വയ്ക്കുന്നത്. അടുക്കളയോട് ചേർന്ന് തന്നെയാണ് മുകളിലേക്ക് കയറാനായുള്ള പടികൾ. ഇനി മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോവാം. മുകളിൽ കയറിയതും ഒരു വരാന്തയും 3 മുറികളുമുണ്ട്. അതിലൊരു മുറി പിന്നീട് ബാത്റൂമായി മാറ്റി. ഇവിടെ താമസമില്ലാത്തതുകൊണ്ട് ആ മുറികളൊന്നും ഞാൻ തുറക്കാൻ നിൽക്കുന്നില്ല. തട്ടിൻപുറത്തേക്ക് കയറി പോകാനുള്ള പടികളും ഇവിടെ കാണുന്നുണ്ട്. പാലക്കാട് ഇതിനെ മച്ചിൻപുറം എന്നെല്ലാം പറയാറുണ്ട്. മുകളിലത്തെ വരാന്തയിലെ ജനാലകളിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ വീടിന് മുന്നിലുള്ള മാവും ഗേറ്റും അതിന് പിറകിലായുള്ള നെൽപ്പാടങ്ങളെല്ലാം കാണാൻ കഴിയും. വീടിനകത്തുള്ള കാഴ്ചകളെല്ലാം ഏകദേശം കണ്ടു കഴിഞ്ഞു. വീടിനകത്ത് കയറിയപ്പോൾ ആദ്യം കണ്ട വരാന്തയിൽ നിന്ന് തുറക്കുന്ന 3 വാതിലുകളുടെ കാര്യം പറഞ്ഞു. 1 അടുക്കളയിലേക്കും 2 പ്രധാന മുറിയിലേക്കും. 3ാമത്തെ വാതിൽ തുറക്കുന്നത് കലവറ പോലെ തോന്നിക്കുന്ന ഒരു മുറിയിലേക്കാണ്. ഇതാണ് വരാന്തയിൽ നിന്ന് തുറക്കുന്ന 3ാമത്തെ മുറി. ഓർമ്മകൾ ഉറങ്ങുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇതുപോലുള്ള തറവാടുകൾ കാണുമ്പോൾ മനസ്സിലേക്ക് കുറേ കുട്ടിക്കാലത്തെ ഓർമ്മകളും കുറേ ചോദ്യങ്ങളും കടന്നു വരാറുണ്ട്. കഷ്ടപ്പാടുകളിലും സന്തോഷങ്ങളിലും ഒരു കൂട്ടായി നിന്നിരുന്നു ഇതുപോലുള്ള തറവാടുകളിൽ ജീവിച്ച കൂട്ടുകുടുംബത്തിലെ അംഗങ്ങൾ. വീടിനോട് ചേർന്ന് ഒരു വിറകുപുര കാണാൻ കഴിയും. വീടിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റോർ റൂം എന്ന രീതിയിൽ ഈ വിറകുപുരയെ വിശേഷിപ്പിക്കാം. വിറകുകളും തേങ്ങയെല്ലാം സൂക്ഷിച്ചു വെക്കാനായി ഉപയോഗിക്കുന്ന ഒരിടമാണ് ഈ വിറകുപുര. താൽക്കാലികമായി കല്ലുകൾ വെച്ച് നിർമ്മിച്ച പഴയൊരു അടുപ്പും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. വെള്ളം ചൂടാക്കാനും അരി വെക്കാനെല്ലാമായി ഈ സ്ഥലം ഉപയോഗിക്കാറുണ്ട്. ഈ തറവാടിൻ്റെ മതിലിനോട് ചേർന്ന ഒരു കിണറുണ്ട്. എല്ലാം തികഞ്ഞ പഴയൊരു പത്തായപ്പുരയാണ് കരുണ എന്ന ഈ തറവാട്. കേരള തനിമയാർന്ന പ്രകൃതിയോടിണങ്ങി നിൽക്കുന്ന ഒരു വീട്. ഈ ഒരു കാഴ്ചയും എന്നെ കുറേ കാലം പിറകോട്ട് കൊണ്ടുപോയി. പണ്ട് വേനലവധിക്ക് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നതോ സ്റ്റെമ്പ് ഉണ്ടാക്കുന്നതെല്ലാം ഇതിൽ നിന്നായിരുന്നു. ഇങ്ങനെ ഉണ്ടാക്കുന്ന ബാറ്റിൽ ചോക്ക് കൊണ്ട് MRF എന്ന് എഴുതാനും മറക്കില്ലായിരുന്നു. ഈ കാലഘട്ടത്തിലെ കുട്ടികൾ ഉറപ്പായും ഇതെല്ലാം മിസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിലെ കാഴ്ചകളെല്ലാം കണ്ടിരുന്ന സമയം പോയതറിഞ്ഞില്ല. വെയിൽ കുറച്ച് കുറഞ്ഞു തുടങ്ങി. സമയം ഇപ്പോൾ 6 മണിയാവാറായി. കുറച്ചുകൂടി കഴിഞ്ഞാൽ സൂര്യാസ്തമനമാവും. ഈ വീടിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കളം പണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു, മുകുന്ദേട്ടൻ്റെ സ്വർഗം എന്ന പേരിൽ. ഇതുപോലെ വർഷങ്ങൾ പഴക്കമുള്ള പഴയൊരു കളപ്പുരയാണത്. ഒരു കാലത്ത് ഒരുപാട് കുടുംബാംഗങ്ങൾ താമസിച്ചിരുന്ന വീടുകളായിരുന്നു ഇവയെല്ലാം. വർഷങ്ങൾ പഴക്കമുള്ള ഇതുപോലുള്ള തറവാടുകൾ നിലനിർത്തി കൊണ്ടുപോകാൻ ഒരുപാട് ചിലവുണ്ട് എന്നാണ് കേട്ടിരിക്കുന്നത്. 20-30 പേർ താമസിച്ചിരുന്ന ഇതുപോലുള്ള തറവാടുകളിൽ 2-3 പേരായി ചുരുങ്ങി എന്ന് വേണം പറയാൻ. ഇന്ന് കണ്ട ഈ തറവാടും വിൽക്കാനായി ഇട്ടിരിക്കുന്ന തറവാടാണ്. കുറച്ചു കാലങ്ങളായി ഇവിടെ ആൾ താമസമില്ല. കേരളത്തിൻ്റെ തനതായ കാഴ്ചകൾ കാണാൻ വരുന്ന ടൂറിസ്റ്റുകളും ഇതുപോലുള്ള തറവാടുകളിൽ താമസിച്ച് ഇവിടുത്തെ ജീവിത രീതികളും നേരിട്ട് കാണാൻ ആഗ്രഹിച്ചു വരുന്നവരാണ് കൂടുതലും. നമ്മുടെ നാട്ടിലെ തറവാടുകളുടെയും ഇവിടുത്തെ ജീവിത രീതികളുടെയും പ്രാധാന്യം മനസ്സിലാക്കി ഇന്ന് പല ചെറുപ്പക്കാരും ഇത് നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. സന്ധ്യയോട് അടുക്കുംതോറും കണ്ണിനൊരു ദൃശ്യവിരുന്നാണ് ഈ നെൽപ്പാടങ്ങളിലൂടെ വരുന്നവർക്കായി ഒരുക്കുന്നത്. തീറ്റ തേടിയെത്തുന്ന പല രീതിയിലുള്ള പക്ഷികൾ. സന്ധ്യാസമയം സൂര്യൻ അസ്തമിക്കുന്ന ആ സമയത്ത് നെൽപ്പാടങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗി തോന്നാറുണ്ട്. ഇതുപോലുള്ള പഴയ തറവാടുകൾ കുറേ നല്ല ഓർമ്മകളാണ് സമ്മാനിക്കാറ്. കൊല്ലങ്കോട് പുതുനഗരം റോഡാണ് നെൽപ്പാടങ്ങൾക്കിടയിലൂടെ കാണുന്നത്. പഴയ തറവാടുകളുടെ ഒരു കലവറയാണ് കൊല്ലങ്കോടും പുതുനഗരവും ഈ കരിപ്പോടും.
ഈ സമയത്ത് ഒരു ട്രെയിൻ ഇതുവഴി കടന്നുപോയെങ്കിൽ എന്നൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ട്രെയിനുകളൊന്നുമില്ല. ഇനി രാത്രിയാണ് ഇതുവഴി ട്രെയിൻ കടന്നു പോവുക. ഇന്നിവിടെ കണ്ട ട്രെയിനും നെൽപ്പാടങ്ങളും തറവാടും ഈ കാഴ്ചകളൊന്നും കണ്ട് മതിയായില്ല എന്ന് വേണം പറയാൻ. ഈ നാട്ടിൽ ഇനിയും സമയം ചിലവഴിക്കാൻ ആഗ്രഹമുണ്ടല്ലോ. ഇവിടെ നിന്ന് യാത്ര പറയാൻ സമയം. ഈ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി തിരിച്ചു വീണ്ടും ആ തിരക്ക് പിടിച്ച നഗരജീവിതത്തിലേക്ക്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും